നമസ്കാരം. നമ്മളിപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ അതായത് റോഡ് എസ്റ്റിമേറ്റിലെ എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ കാൽക്കുലേഷൻസാണ്, അതിൻ്റെ പ്രോബ്ലംസുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സർവേയിങ് ആണ്. സർവേയിങ്ങിൽ അഡ്വാൻസ്ഡ് സർവേയിങ്, മോഡേൺ അഡ്വാൻസ്ഡ് സർവേയിങ്ങിൽ ടോട്ടൽ സ്റ്റേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ടോട്ടൽ സ്റ്റേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണത് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ടോട്ടൽ സ്റ്റേഷനിൽ നമ്മൾ പഠിക്കുന്നത്. ടോട്ടൽ സ്റ്റേഷനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് തന്നെ EDM എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് അറിയണം. EDM എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് അതായത് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ്, അതാണ് EDM എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ്. അപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകളിൽ ഒന്നാണ് EDM എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് സർവേയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് EDM. മുമ്പ് നമ്മൾ സർവേ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ചെയിൻ ഓരോ ഇൻസ്ട്രുമെൻറ്റുകളാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ചെയിൻ അത് മാനുവലിയാണ് നമ്മളതൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇലക്ട്രോണിക് ഒരു ഡിവൈസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ്, അതാണ് EDMൻ്റെ ഫുൾ ഫോം. സാധാരണ നമുക്കത് എക്സാമിന് ചോദിക്കാറുണ്ട്, എന്താണ് EDM എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വേ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം DDM ആയിരുന്നു, അതായത് ഡയറക്റ്റ് ഡിസ്റ്റൻസ് മെഷർമെൻ്റ് ആയിരുന്നു. അത് നമ്മൾ ചെയിൻ ഓർ ടാപ്പ് എങ്ങനെയാണ്, ടേപ്പ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്, അതുപോലെ തന്നെ DDM എന്നാണ്, ഡയറക്റ്റായിട്ട് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമായിരുന്നു. പിന്നെ അതെന്തായി, ODM ആയി മാറി, അതായത് ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് മെഷർമെൻ്റ് ആയി മാറി. നമുക്കറിയാം, നമ്മുടെ ലെവലും തിയോഡലൈറ്റൊക്കെ തിയോഡലൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ടാക്യോമെട്രി സർവേ ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ODM ആണ്. അതായത് നമ്മളൊരു ടെലസ്കോപ്പിൻ്റെ ഉള്ളിലൂടെ നോക്കിയിട്ടാണ്, ഒരു ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഡിസ്റ്റൻസ്, സ്ലോപ്പ്, അതിൻ്റെ വെർട്ടിക്കലായാലും ഹൊറിസോണ്ടൽ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിരുന്നു. അപ്പോൾ ആദ്യം ഡയറക്റ്റ് മെഷർമെൻ്റ് ആയിരുന്നു വെച്ചെങ്കിൽ, രണ്ടാമത് ODM ആയിരുന്നു, ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് മെഷർമെൻ്റ് ആയിരുന്നു. മൂന്നാമത് വന്നാണ് EDM എന്ന് പറയുന്നത്, അതായത് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻ്റ് ആണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷർമെൻ്റ് എന്നും അതിനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് തന്നാലും അത് രണ്ടും ശരിയാണ്. അപ്പോൾ ഇനി എന്താണ് EDM എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് മാഗ്നറ്റിക് മെഷർമെൻ്റ് എന്ന് പറയുന്ന ഈ ഇൻസ്ട്രുമെൻ്റ് എന്താണെന്നാണ് നമ്മളിനി പറയാനായിട്ട് പോകുന്നത്. ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇപ്പോൾ രണ്ട്